നന്ദി, നമസ്കാരം. താങ്ക് യു അനിയ. അനിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ 24/7 ഒരു അനിയ എന്നും പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം 24 എന്നുള്ളതൊന്ന് 30 ആക്കി കിട്ടണേ എന്ന്. അത്ര തിരക്കാണ് അനിയ. അതിൻ്റെ ഇടയിൽ പള്ളിയുടെ എല്ലാ കാര്യത്തിനും ഓടി നടന്ന് എല്ലാം ചെയ്തതിന് വേണ്ടി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഏകദേശം തീർന്നു വരികയാണ്. അവിടെ നിന്ന് എന്നെ ബേസിൽ ദേഷ്യത്തോടെ നോക്കുവാണ്, എന്താണ് എന്നെ വിളിക്കാത്തതെന്ന്. അടുത്ത നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനുവേണ്ടി നമ്മുടെ ചർച്ച് സെക്രട്ടറി ബേസിലിനെ സ്വാഗതം ചെയ്യും. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട ഇടവക വികാരി എൽദോസച്ചൻ, ഗ്ലാസ്കോ പള്ളി വികാരിയും നമ്മുടെ ഇടവക അംഗവുമായ ഇലാസച്ചൻ, ട്രസ്റ്റ് ജോയൽ, മറ്റ് ഇടവക വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും വേഗം തീർക്കാമെന്ന് പറഞ്ഞ് ഷോർട്ടാക്കി. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. സോ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല, വലിയൊരു ലിസ്റ്റാണ്. ഓക്കെ, ആദ്യമായി ഇതുപോലെ കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ നിന്ന് സെയിം നന്ദി പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഒരു കൊല്ലമായി സോഫാസ്. സോ ഒരു കൊല്ലം കടന്നുപോയി. നമ്മളെല്ലാവരെയും ഈ ഒരു കൊല്ലം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ് ആദ്യം. ഇനിയും അടുത്ത കൊല്ലവും ഇതുപോലെ തന്നെ മറ്റാരെങ്കിലും വന്ന് നിന്ന് നന്ദി പറയാനുള്ള സാഹചര്യവും നമുക്കെല്ലാവർക്കും അത് കാണാനുള്ള അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നന്ദി പറയുന്നത് നമ്മളുടെ ഇടവക വികാരി എൽദോസ് അച്ഛനാണ്. അച്ഛനാണ് നമ്മളെ മുന്നിൽ നിന്ന് എല്ലാം ഗൈഡ് ചെയ്ത് നയിക്കുന്നത്. അപ്പം അച്ഛന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഇടവകയുടെ പേരിലും നന്ദി. അടുത്തതായി തീർച്ചയായും നന്ദി പറയുന്നത് നമ്മുടെ ഇടവക അംഗവും ഗ്ലാസ്കോ പള്ളി വികാരിയുമായ എലിയാസച്ചനാണ്. എലിയാസച്ചൻ നന്ദി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇന്നിവിടെ വരാമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് ലേറ്റായിട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളുടെ അബഡീൻ പള്ളി വികാരി ജോർജ് കുട്ടിയച്ഛൻ, അച്ഛനും നന്ദി. അച്ഛൻ ലേറ്റായിട്ടെങ്കിലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ ഇന്ന് വന്ന് കുറച്ച് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് പോയ നമ്മളുടെ ന്യൂ കാസിൽ പള്ളിയിലെ അജോഷ് അച്ഛനും പള്ളിയിലെ പ്രതിനിധികൾക്കും എല്ലാവർക്കും വന്നതിലും അവർ നമ്മളെ ഫാമിലി കോൺഫറൻസിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റാവുന്നവരൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിജയിപ്പിക്കുക. അവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ മുഖ്യമായി എനിക്ക് ഒരു താങ്ക്സ് പറയാനുള്ളത് നമ്മളുടെ ട്രസ്റ്റി ജോയലിനോടാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഈ ആനുവൽ ഡേ പ്രോഗ്രാമിന് എനിക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചായിരുന്നു. പക്ഷേ ഈ കൊല്ലം പതിവിൽ വിപരീതമായി ഒരുപാട് തിരക്കുകളും പല കാര്യങ്ങളും വന്ന് ചേർന്നത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് പോയി. എനിക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ആക്റ്റീവായി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സഹായിച്ചത് ജോയലാണ്. അതിന് ജോയലിനൊരു വലിയ താങ്ക്സ് ഉണ്ട്. ഒരുപാട് നന്ദി ഒരുപാട് നന്ദി. ജോയലിന് കൂടെ നിന്ന് എല്ലാത്തിനും സഹായിച്ച നമ്മളുടെ ചർച്ചിലെ ബാക്കി മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, അവരാരും ഇല്ലെങ്കിൽ ഇന്നീ പരിപാടിയോടെ നടക്കുപോലുമില്ലായിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഇന്ന് കുർബാന നടത്തി കുർബാനയിൽ ഭാഗമായ നമ്മുടെ മക്ബഹ ശുശ്രൂഷകർ എല്ലാവർക്കും നന്ദി. കായിക സംഘം അവർക്കും ഇന്ന് കുർബാനയിലും എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് നന്നായി എല്ലാം ഭംഗിയാക്കി തീർക്കുന്ന കായിക സംഘത്തിനും നന്ദി. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് റമി, നമ്മളുടെ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്ററാണ്. റമിയാണ് ഓടി നടന്ന് എല്ലാവരും ഒരു തീരുമാനമാക്കി തരുന്നത്. റമിക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മളുടെ ഫുഡ് കമ്മിറ്റി മെമ്പേഴ്സ് റോജനും കിഷോറേട്ടനും, അവരും ഇതിൻ്റെ പുറകെ ഈ ഫുഡിൻ്റെ കോട്ടെടുക്കാനും എല്ലാമായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കും താങ്ക്സ്. പിന്നെ ഇവിടെ കാണുന്ന പ്രകാശ വിസ്മയങ്ങളും അതിഗംഭീര സൗണ്ടുകളും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ബേസിൽ ജോൺസൺ ആൻഡ് മിസ്റ്റർ നിതിൻ താടിക്കാരൻ, ഇവിടെ നോക്കൂ, രണ്ടുപേർക്കും
നന്ദി. അതുപോലെ അവർക്ക് വേണ്ട നമ്മളുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം കൊടുത്ത് സഹായിച്ച ഒലിവിയ ഇവൻസ് എൻ്റെ ഒരു ബിപിൻ ചേട്ടൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മിസ്റ്റർ ബേസിൽ ബിബി ചേട്ടൻ, ആളാണ് നമ്മളുടെ എല്ലാ സോഷ്യൽ മീഡിയയും ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാ പ്രൊമോഷൻ വർക്കുകളും എന്ത് കാര്യം പറഞ്ഞാലും അപ്പം തന്നെ ഒരു ബ്രോഷർ റെഡിയാണ്, വിത്തിൻ മിനിറ്റ്സ് ആൾ റെഡിയാക്കി തരും. അപ്പോൾ ബേസിൽ ചേട്ടൻ ഒരുപാട് താങ്ക്സ്. പിന്നെ ഇന്നലെ സ്റ്റേജ് സെറ്റ് ചെയ്യാനും അപ്പുറത്തെ പള്ളിയിൽ നിന്നെല്ലാം ഇവിടേക്ക് മാറ്റുവാനും ഇന്നലെ രാത്രി 12 മണി വരെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് തന്ന നമ്മളുടെ യൂത്ത് അസോസിയേഷൻ്റെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും, അതുമാത്രമല്ല മറ്റു പലരും ഉണ്ടായിരുന്നു, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് എന്നെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞ ജെസ് ചേച്ചിക്കും അനിയയ്ക്കും ആങ്കറിങ് ടീമിനും നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഇന്ന് ഗ്രാജുവേഷൻ സെറമണിക്ക് ഗ്രാജുവേറ്റ് സെറമണി അല്ല ആക്ച്വലി അവർക്കുള്ള ഒരു ഗ്രാജുവേറ്റ് ആയ എല്ലാവർക്കും, ഈ ലാസ്റ്റ് 1 ഇയറിൽ ഗ്രാജുവേറ്റ് ആയ എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്നത്തെ ഈവൻ സൺഡേ സ്കൂൾ സ്റ്റുഡൻസും ഉണ്ട്, അവർക്കും നന്ദിയുണ്ട്. പിന്നെ ഇന്നത്തെ പാർട്ടിസിപ്പൻസ് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് നടക്കുന്നുണ്ട്. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, അതിനു വേണ്ടി എഫോർട്ട് എടുത്ത് അതിന് വേണ്ടി ടൈം കണ്ടെത്തി പഠിച്ച് റെഡിയായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന എല്ലാവർക്കും നന്ദി. അർത്ഥമറിയാം സമാജത്തിൻ്റെ നെടും തൂണായ അനിയയ്ക്ക് താങ്ക്സ്. സമാജത്തിൻ്റെ ടീ ആൻഡ് സ്നാക്സ് കഴിഞ്ഞുള്ളത്തെ പോലെ തന്നെ ഈ കൊല്ലവും അതിഗംഭീരമായി നടത്താൻ സാധിച്ചു. അതിനുവേണ്ടി എഫോർട്ട് എടുത്ത അനിയയ്ക്കും, അനിയെ മാത്രമല്ല ബാക്കി സിബി ചേച്ചി, ഓഫ് കോഴ്സ് സിബി ചേച്ചിയും, പിന്നെ ബാക്കി എല്ലാവരും അതിനുവേണ്ടി വനിതാ സമാജക്കാർ മാത്രമല്ല മറ്റേ വളയിട്ടതുമല്ല വളയിടാത്തതുമായ ആൾക്കാരും ഉണ്ടായെന്ന് ഞാനിവിടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ഒബ്വിയസ്ലി വളയിടാത്തവരില്ലെങ്കിൽ വളയിട്ടവർക്ക് ഇതൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ അതിനുവേണ്ടി എഫോർട്ട് എടുത്ത വളയിട്ടവർക്കും വളയിടാത്തവർക്കും ഒരുപാട് നന്ദി. പിന്നെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിബി ചേച്ചി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സ്വന്തം ഏറ്റെടുത്ത് നിൽക്കുന്ന ആളാണ്. ചേച്ചിക്ക് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് ടീച്ചർ എന്ന രീതിയിലൊരു താങ്ക്സ്. പിന്നെ അതുകൂടാതെ സിബി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും നന്ദി. യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറി ഇന്ന് ജോയി കാരണം വരാൻ പറ്റാതിരുന്ന നിർമ്മൽ, ആൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആള് സമയത്തിന് കറക്റ്റായിട്ട് വരും. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിക്ക് ലീവിനൊക്കെ പറ്റുമെന്ന് നോക്കി, പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കും നന്ദി. പിന്നെ നമ്മളുടെ സ്പോൺസേഴ്സ് ബിങ്കോയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത മക്കാനി റെസ്റ്റോറൻറ്റ് എഡിൻബ്ര, പിന്നെ സ്പൈസ് ഗാർഡൻ സ്റ്റെർലിംഗ്, നമ്മുടെ അനിയുടെ സ്വന്തം ആരോൺ ഫുഡ്സ്, പിന്നെ ഇന്നത്തെ കേക്ക് സ്പോൺസർ ചെയ്ത ജെലി ചേച്ചി, പിന്നെ മറ്റ് ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്ത നമ്മുടെ ഫാദർ എൽദോ സച്ചൻ, റോസിൻ ചേട്ടൻ, സിബി ചേച്ചി, ബേസിൽ ബേബി, ജോയൽ ജോൺ, എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നമുക്ക് ഈ കൊല്ലവും ബാക്കിലെ ആ ബാക്ക് ഔട്ട് ആൻഡ് ബാക്ക് ഡ്രോപ്പ് അത് തന്ന് നമ്മളെ സഹായിച്ച എഡിൻബ്ര മലയാളി കൾച്ചറൽ അസോസിയേഷൻ, അവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഉപരി നമുക്ക് ഈ കാണുന്ന ഹോളും എല്ലാ കൊല്ലത്തെ പോലെ തന്നെ ഈ ഹോളും എല്ലാ സർവീസസും അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത ഈ പള്ളിയിലെ ഫ്ലോറ ജോൺസൺ ആൻഡ് ഇവിടുത്തെ പാരിഷ് മെമ്പേഴ്സിനും ചർച്ച് ഓഫീഷ്യൽസിനും എല്ലാവർക്കുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തായിട്ട് ഇവിടുത്തെ നമ്മളുടെ എല്ലാ പ്രോഗ്രാംസിനും വീടും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളും വിട്ടുകൊടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അതിനുള്ള നന്ദി. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞതുകൊണ്ട് നടക്കാൻ പോകുന്ന കൾച്ചറൽ പ്രോഗ്രാംസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത കൊല്ലം ഇതിലും ഗംഭീരമായി നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. എല്ലാവർക്കും നന്ദി പറഞ്ഞ ബേസിലിന് നമുക്കൊരു നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ വ്യത്യസ്തമായിട്ട് ബേസിൽ ഒരു കാര്യം പറഞ്ഞു. വളയിടാത്ത കൈയുടെ കഷ്ടപ്പാട് എനിക്കൊന്ന് ഇപ്പം ബേസിൽ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുണ്ടായതിനു ശേഷം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അടുത്തതായി നമ്മുടെ പള്ളിയിലെ എല്ലാ അച്ചീവ്മെന്റും നമ്മളുടെ ഇടവക നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. അപ്പം കുറച്ച് വാഗ്ദാന ചടങ്ങുകളുണ്ട്.
ആദ്യമായിട്ട് നമ്മുടെ ഹൈസ്കൂൾ ഗ്രാജുവേറ്റായി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയ 4 കുട്ടികളുടെ അവാർഡാന ചടങ്ങ്. അതിനുവേണ്ടി അവാർഡ് കൊടുക്കാൻ വേണ്ടി ബഹുമാനപൂർവ്വം ഏലിയാസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി മെൽവിൻ ബിജു. കൈയടിക്ക് മക്കളെ. എബ്രഹാം ജോൺ. മാത്യു ജോൺ. ആൻഡ്രൂ റോജൻ. അടുത്തതായി യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് ആണ്. അതിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് വെറും പാസ്സായതല്ല, മെറിറ്റ് ബേസിൽ പാസ്സായ, മെറിറ്റോടെ പാസ്സായ പ്രിയപ്പെട്ട സിലിൽ സൈബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് കൊടുക്കുന്നതിനായി ഏറ്റവും പ്രിയപ്പെട്ട എൽദോസസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇടവകയിൽ പുതുതായി കല്യാണം കഴിച്ച ന്യൂലി വെഡ്സിനെ നമ്മളൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. അധികം കപ്പിൾസ് ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ നമ്മുടെ ഇപ്പോ എനിക്ക് കാണാൻ പറ്റുന്നതില് ഒരു കപ്പിളാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട ബേസിൽ ജോൺസൺ ആൻഡ് ഫിമി ജോണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനായി അവാർഡ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതിനായി എൽദോസ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടി പോരാ പോരാ പോരാ. അടുത്തതായി നമ്മുടെ പള്ളിയിൽ നിന്നുണ്ടായ ഒരു അച്ചീവ്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മള് മ്യൂസിക് കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇത്തവണ നമ്മൾ അതിൽ ഗംഭീരമായി ചെയ്തിരുന്നു. നമ്മുടെ പള്ളിയാണ് സെന്റ് മേരീസ് JSOC വനിതാ സമാജമാണ് ഇത്തവണ ഫസ്റ്റ് സോണിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്. നമുക്ക് യാത്രാ ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഫൈനൽ കോമ്പറ്റീഷൻ പോകാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ അത്ര ഗംഭീരമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങളുടെ. അതിൽ നമ്മള് ഫസ്റ്റ് വന്നിരിക്കുന്നു. അത് ഏറ്റവും സ്നേഹപ്പെട്ട പാട്ട് പാടിയ എല്ലാ ചേച്ചിമാരെ അത് ഒട്ടും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണ്. അവരുടെ ഷിഫ്റ്റുകൾ അറേഞ്ച് ചെയ്ത് പ്രാക്ടീസിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയി കടന്നു വന്നു. ഒട്ടും മറക്കാൻ പറ്റാത്തത് എൽദോസ് അച്ഛന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഞങ്ങൾ അതവിടെ പാടിയിട്ടുണ്ടെങ്കിൽ എൽദോസ് അച്ഛൻ എന്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്റെ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഊഹിക്കാം. എന്നെ വരെ അവിടെ പാടിപ്പിച്ചാണ് എൽദോസ് അച്ഛൻ. ഓരോരുത്തരെയും പേഴ്സണലി വിളിച്ച് കറക്ഷൻ കൊടുത്ത് അത്രയും മനോഹരമായി നമ്മൾ പാട്ട് പഠിപ്പിച്ച എൽദോസ് അച്ഛനാണ്. അച്ഛനെ ഒട്ടും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് അച്ഛനുള്ളതാണ്. പാട്ട് പാടിയ ചേച്ചിമാർ ജെസ്സി റോജൻ, അഞ്ജലി ചേച്ചി, ജിൻസി അമ്മായി, ജെല്ലി അമ്മായി, രേഖ ചേച്ചി വന്നിട്ടില്ല. സിബി ചേച്ചി, മഞ്ജു ചേച്ചി, മിന്നു, ജിസ്മി ചേച്ചി, ബിന്ദു ചേച്ചി, ജൂലി ചേച്ചി, മറിയാമ്മ ചേച്ചി, പിന്നെ ഞാനും.
കഴിഞ്ഞില്ല. ആസ് എ മെന്റർ ഞങ്ങളുടെ എൽദോസ് അച്ഛനുള്ള സമ്മാനം കൊടുക്കാനായി ഏലിയാസ് അച്ഛനെ ക്ഷണിക്കുന്നു. സന്തോഷമാണ്. നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഒരു ചെറിയ കോൺഗ്രിഗേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് മുഖാന്തരം നമുക്ക് ഭദ്രാസനത്തിൽ അറിയപ്പെടുവാനായിട്ട് സാധിച്ചു. ഭദ്രാസനത്തിൽ നമ്മുടെ പള്ളിയെ കുറിച്ച് അതൊരു വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള നോട്ട് നമുക്ക് ലഭിക്കുമെന്നത് വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വനിതാ സമാജത്തിന്റെ പ്രവർത്തകർ എല്ലാവർക്കും കുടുംബവും കുട്ടികളും പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ്. എങ്കിൽ തന്നെയും അവർ ആ ട്രെയിനിങ്ങിന്റെ സമയത്താണെങ്കിലും പ്രാക്ടീസ് സമയത്താണെങ്കിലും അതിനെല്ലാം സമയം കണ്ടെത്തി അവരത് വന്ന് അതവർ സമർപ്പണത്തോടെ അത് ചെയ്തു. അതൊരു വലിയ ഒരു അനുഗ്രഹമാണ്. എന്ത് കാര്യമാണെങ്കിൽ സമർപ്പണത്തോടെ ചെയ്യുക എന്നുള്ളത് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നതിന്റെ തെളിവാണ് അത് നമുക്ക് നൽകുന്നത്. പ്രത്യേകമായിട്ട് നമ്മളുടെ പള്ളിയുടെ വനിതാ സമാജത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതിനുപരി ഒരു കാര്യം കൂടി പറയാനായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഹസ്ബൻഡുമാർക്ക് മിക്കവർക്കും അറിയത്തില്ല നിങ്ങളുടെ ഭാര്യമാർ എത്ര ഭംഗിയായിട്ടാണ് പാടുന്നതെന്ന്. നിങ്ങൾ അറിഞ്ഞില്ല, പക്ഷെ അത് അച്ഛനാണ് അറിഞ്ഞത്. ഞങ്ങളുടെ കഴിവിനെ വലിച്ചു പുറത്തെടുത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. പിന്നെ അനിയ പറഞ്ഞതുപോലെ ഞങ്ങൾ യാത്രാ തടസ്സം കൊണ്ടല്ല പോവാഞ്ഞ്. അച്ഛൻ പറഞ്ഞു നമുക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലേ അച്ഛാ? ഒരു പ്രൈസ് മതി, ഇത് അവര് കൊണ്ടുപോട്ടെ, അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞു. വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നമുക്ക് ഒരു അവാർഡും കൂടെ ഉണ്ട്. നമ്മുടെ ഇതേപോലെ തന്നെ കോമ്പറ്റീഷന് സ്പീച്ചിന് പോയിട്ട് അടിപൊളി അനിയയുടെ സ്പീച്ച് പിന്നെ നമുക്ക് അറിയാമല്ലോ, അത് വലിയ സർപ്രൈസ് ഒന്നുമില്ല. ഇതേപോലെ തന്നെ ഫസ്റ്റ് പ്രൈസും കൊണ്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പം അനിയയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, അവാർഡ് കൊടുക്കാൻ വേണ്ടി എൽദോസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പബ്ലിക് മീറ്റിംഗ് ഏകദേശം ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ ഇടവകദിനം ശരിക്കുള്ളത് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും വനിതാ സമാജത്തിന് പ്രൈസ് ഒക്കെ കിട്ടി, ഈ പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടോ? പക്ഷെ ഇത് ഉണ്ടോ? ഉണ്ടോ? ആരും വഴങ്ങുന്നില്ലല്ലോ. നിങ്ങളുടെ മമ്മിമാരുടെ പാട്ട് കേൾക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വനിതാ സമാജത്തിന്റെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു പാട്ടാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യല്ലേ. ഇതല്ല ഞങ്ങളുടെ ഫസ്റ്റ് പ്രൈസിന്റെ പാട്ട്. ഇത് ആരും പ്രാക്ടീസ് ചെയ്തില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഇവരോടെല്ലാം പറഞ്ഞത് നമുക്ക് പാടാവുന്ന. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കോമ്പറ്റീഷൻ പോയപ്പോൾ ഞങ്ങൾ കരോക്കെ ഇല്ലാതാണ് പാടിയത്. അപ്പൊ അങ്ങനെ മാത്രം പഠിച്ചേ അറിയത്തുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ കരോക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്യാണ്. ഇതിന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, അച്ഛനോട് ക്ഷമിക്കണം. ഇതിന് അച്ഛന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഞങ്ങൾ ഏറ്റെടുത്ത് പാടുകയാണ്. ഓക്കെ, അടുത്തതായി നമ്മുടെ ഇത് പാട്ട് മത്സരമാണ്. എല്ലാ ലേഡീസിനെയും 3 അമ്മായിമാരും സിബി എല്ലാരും ഫ്രണ്ടിലോട്ട് വന്നേ. അവരുടെ വിരലിന് തന്നെ ഒരു കൈയടി കൊടുത്തേ മക്കളെ.
ഒപ്പന ലേഡീസിന് മാത്രമല്ല ഞങ്ങൾക്കും ആകാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്.
ജോഹാൻ. എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ മക്കളെ ഒന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം. Every time I wanna see my girl. Every time I wanna see my girl. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? നമ്മുടെ ബോയ്സ് കണ്ട നിങ്ങൾ ഉറങ്ങിയിരുന്നപ്പോഴും അവർ എന്നെ എനർജറ്റിക് ആയില്ലേ അല്ലേ? ശരിയല്ലേ റെമി? അടുത്ത നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആൻഡ്രൂ റോജന്റെ സൈലോഫോൺ ആണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അതാരാണെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇതിനെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാനേ അവരത് എടുക്കുമ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചോദിക്കട്ടെ. പാടാനറിയാം, പറയാനറിയാം, ചെയ്യാനൊന്നും അറിയില്ല. ഇത് ഏരിയാസച്ചിനുള്ള പാടാനറിയാം, പറയാനറിയാം, ചെയ്യാനൊന്നും അറിയില്ല. ആരാ പറഞ്ഞേ?
റേഡിയോ കറക്റ്റ്. വെരി ഗുഡ്. എവിടെ പെട്ടെന്ന് പറഞ്ഞല്ലേ. പിന്നെ ഒരു വലിയ ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കാതിരുന്നത്, ഉറുമ്പിന്റെ ഫാദറിന്റെ പേരെന്നാണ്? എനിക്കറിയാം. എന്റെ സ്റ്റോക്ക് തീർന്നേ. ഇനി പെട്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും അച്ഛൻ ഒരു കടങ്കഥ ചോദിച്ചു പെട്ടെന്ന് നോർത്തേ. സ്റ്റാൻഡ് മൈക്ക് മാത്രം. ഒരു ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് ഒരു ക്വസ്റ്റ്യൻ പറയാനുണ്ടെന്ന്. മാർക്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലേ? അവരെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു മാർക്സ് ക്വസ്റ്റ്യൻ. ചേച്ചി ഒന്ന് പറഞ്ഞേ. ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളിൽ പകുതിയും പകുതിയുടെ പകുതിയും ഞാനും കൂടുമ്പോൾ 100 ആകും. ഇത് ഞങ്ങളല്ല. ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളിൽ പകുതിയും പകുതിയുടെ പകുതിയും ഞാനും കൂടുമ്പോൾ 100 ആകും. അപ്പോൾ ഞങ്ങൾ എത്ര? പറ്റില്ല. ഇവിടെ ഉത്തരം പറഞ്ഞ ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട്. 100 അല്ലേ? അച്ഛൻ അച്ഛന് കെമിസ്ട്രി അല്ലേ സബ്ജക്ട്? കെമിസ്ട്രി മാർക്സും കൂടെ ഒരു കോമ്പോ അല്ലേ? അവരൊരു ഫാമിലിക്കാരല്ലേ? 60 ആണോ? 1 മുതൽ 100 വരെ പറഞ്ഞ 50 ആണോ? അച്ഛാ കിട്ടുമോ? അതൊരു പാട്ടല്ലേ, ഞാനും നീയും അല്ലേ? അതല്ലേ? എന്നാ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. ഞങ്ങളും ഞങ്ങളോടൊപ്പവും ഞങ്ങളിൽ പകുതിയും പകുതിയുടെ പകുതിയും ഞാനും കൂടുമ്പോൾ 100 ആകും. ഞങ്ങൾ എത്ര? I am proud of my husband. 36. അങ്ങനെയാണ് ഞാനൊരു കണക്ക് ചോദിക്കാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് നോക്കെ. ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണ സദ്യയാണ്. കല്യാണ സദ്യയില് ഒരു പുരുഷന് 10 പപ്പടം വീതം സെർവ് ചെയ്യും. അവിടെ ആലപ്പുഴ പപ്പടത്തിന് അടിയുണ്ടായ കഥ നമുക്കറിയാം. ഞാൻ ആലപ്പുഴയല്ല, പത്തനംതിട്ടയാണ്. ഒരു പുരുഷന് 10 പപ്പടം, ഒരു സ്ത്രീക്ക് 5 പപ്പടം, ഒരു കുട്ടിക്ക് അണ്ടർ 18 ഉള്ള ഒരാൾക്ക് ഹാഫ് പപ്പടം. അവിടെ ടോട്ടൽ 100 പപ്പടം ഉണ്ടായിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഓഡിയൻസ്, അതായത് മെമ്പേഴ്സ് അവിടെ 100 ഉണ്ടായിരുന്നു. എത്ര കുട്ടികള്, എത്ര പുരുഷന്മാര്, എത്ര സ്ത്രീകള്? ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ മതി. ഒരു പുരുഷന് 10 പപ്പടം, ഒരു സ്ത്രീക്ക് 5 പപ്പടം, ഒരു കുട്ടിക്ക് 1/2 പപ്പടം. അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നത് 100 ഉണ്ടായിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൂടെ ചേർന്ന് 100 ഉണ്ടായിരുന്നു. 6 മെയിലായപ്പോ 60 പപ്പടം. ഓക്കെ, അപ്പൊ 150 ആയി. നമ്മുടെ കയ്യിൽ മൊത്തം 100 പപ്പടേ ഉള്ളൂ. 100 പപ്പടേ ഉള്ളൂ മൊത്തം. കണക്ക് എന്റെ അപ്പം പഠിപ്പിച്ചോണ്ടായിരിക്കും എനിക്ക് കണക്ക് നല്ല പാട്ട് കേട്ടോ. ആർക്കെങ്കിലും കണക്ക് പറയാം? അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. പറയാം ബിജു? എടാ, റേഷൻ കണക്കാരൻ പഠിപ്പിച്ച കണക്കാ, നിനക്കറിയാതെ പറ. ഓക്കെ, ആർക്കെങ്കിലും? മൊത്തം ആൾക്കാർ 90 അല്ല 100
മൊത്തം പപ്പടം 100, ഒരു പുരുഷന് 10 പപ്പടം, ഒരു സ്ത്രീക്ക് 5 പപ്പടം, ഒരു കുട്ടിക്ക് അര പപ്പടം. അപ്പൊ കോമൺലി നമുക്ക് തിങ്ക് ചെയ്യാം കുട്ടികളായിരിക്കും അവിടെ കൂടുതലെന്ന്. ഇവിടെ MSc-യും BSc ഒക്കെ പഠിച്ചവരുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി ആണ്, അത്ര മോശം ഡിഗ്രി അല്ല. കെമിസ്ട്രി പഠിപ്പിക്കുന്ന അച്ഛനും പറയാം, തിയോളജി പഠിച്ച അച്ഛനും പറയാം. ഓക്കെ, ആരെങ്കിലും ഓക്കെ തിങ്ക് ചെയ്യുക. ഈ പ്രോഗ്രാം കഴിഞ്ഞ് അതിന്റെ ആൻസർ പറയാം. ബൈ ദ ടൈം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. ആൻഡോ റെഡി അല്ലേ? റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, ജെൻസിക്കൊക്കെ ഇഷ്ടമാകുമെന്ന് അറിയത്തില്ല, തുമ്പി വാ തുമ്പക്കുടത്തിൽ നിന്നുള്ള നല്ല പാട്ടല്ലേ? നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും, ഇവരുടെ കാര്യം അറിയത്തില്ല അല്ലേ അച്ഛാ? ഓക്കെ, ആ പാട്ടാണ്. ഓക്കെ, എൻജോയ്. I got the count. 50 men. യൂത്ത് ഏജിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഫേസ് എക്സ്പ്രഷനും ഒക്കെ ഇല്ലായിരുന്നോ? അത് എനിക്ക് മാത്രം തോന്നിയാണോ? പോളെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? എനിക്ക് മാത്രമാണോ? അച്ഛന് തോന്നിയില്ലേ? അടിപൊളിയായിരുന്നു ശരിക്കും. എന്തോ കുറേന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ശരിക്കും തോന്നി അന്നേരം ഒരു ഭയങ്കര ഒരു ശാലീനതയും ഒരു പ്രസന്നതയും. മോനെ ബിസ്ക്കറ്റിന്റെ ഗെയിം മറന്നിട്ടില്ല. നിതിനാണ്. നമ്മളിത് നടത്താനൊന്നും പോകത്തില്ല. നമ്മള് എന്ത് കഴിഞ്ഞാലും ഹോള് കൊടുത്തില്ലേലും വേണ്ടില്ല, ആ ബിസ്ക്കറ്റിന്റെ പരിപാടി ചെയ്യാതെ നമ്മൾ ഇവിടെ നിന്ന് പോകത്തില്ല. അടുത്തത് വീണ്ടും ഒരു പാട്ടാണ്. നമുക്ക് ചുവാക്കിനെ റെഡിയല്ലേ?
കാറ്റിൻ മൺവിളക്കൂതിയില്ലേ കോരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേ കോരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല ചന്ദന പൊഞ്ചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താഴോ തിങ്ങിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേ കോരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഉള്ളിനുള്ളിൽ അക്ഷരക്കൂട്ടുകളാദ്യം തുറന്നു തന്നു കാണാ കണ്ണീരിക്കാവലിൻ നൂലിഴാരും തുടച്ചു ഉള്ളിനുള്ളിൽ അക്ഷരക്കൂട്ടുകളാദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈകൊന്നു കൂടെ വന്നു ജീവിത പാതകളിൽ ലെനിനു കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാ പുണ്യം പുലർന്നിടുമോ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേ കോരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. അടിപൊളിയായിരുന്നു. നമ്മുടെ എല്ലാം ഫേവറേറ്റ് സോങ് ആണിത്. മലയാളമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു. പിന്നെ പാട്ടുകാരൻ അച്ഛൻ്റെ മകൻ പാടിയതിൽ നമ്മൾക്ക് വലിയ സർപ്രൈസിന്റെ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ ഇലിയാസിറ്റ? അടുത്തത് നമുക്കിനിയും നമ്മുടെ യൂത്ത് ബോയ്സ് ഇത്ര എനർജറ്റിക് ആയിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗേൾസ് അവിടെ അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. കട്ടക്ക് നിൽക്ക എങ്ങനെയാണെന്ന് നോക്കാം. റെഡി അല്ലേ? ഓക്കെ, കം ഓൺ ഗേൾസ്.
ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ എത്രയോ ധന്യം എൻ്റെ ജന്മം എങ്ങനെ ചൊല്ലു നന്ദി നാഥ എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ അപരാധങ്ങൾ മൊഴിയും മധുരം അവദാനങ്ങൾ വാഴ്ത്തുകയാ അപരാധങ്ങൾ മൊഴിയും മധുരം അവദാനങ്ങൾ വാഴ്ത്തുകയാ തിരുനാമത്തിൻ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയാ കാരുണ്യത്തിൻ പ്രഭയാ കരളിൽ ഉദയം നൽകി കരളിൽ ഉദയം നൽകി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ കരചേർത്തൻ്റെ ഉലയും തോണി കടല കടലിൽ അലയുമ്പോ കരചേർത്തൻ്റെ ഉലയും തോണി കടല കടലിൽ അലയുമ്പോ നിരുപമമാകും തെളിനീരുറവായി നൊമ്പരമേകും വന്മരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി വിളിച്ചെൻ്റെ കണ്ണീർ മാറ്റി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ എത്രയോ ധന്യം